ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും യൂണീക്കായുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്. സോ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സീക്വൻസസ് ഓഫ് ബേസസ് ഇൻ വൺ സ്ട്രാൻഡ് ഈസ് നോൺ, ഒരു സ്ട്രാൻഡിലെ ബേസുകൾ അല്ലെങ്കിൽ ആ ബേസ് സീക്വൻസുകൾ നമുക്കറിയാമെങ്കിൽ ദെൻ ദ സീക്വൻസ് ഓഫ് അതർ സ്ട്രാൻഡ് ക്യാൻ ബി പ്രിഡിക്റ്റഡ്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിലെ ആ ഒരൊറ്റ സ്ട്രാൻഡിലെ ബേസുകളെക്കുറിച്ച് സീക്വൻസ് ഓഫ് ബേസുകൾ നമുക്ക് ഏതാണെന്ന് അറിയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ അതർ സ്ട്രാൻഡ് ഏതൊക്കെയാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്. അതായത് ഒരു സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസുകൾ ഏതാണോ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയ നൈട്രജൻ ബേസുകളായിരിക്കും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതർ സ്ട്രാൻഡിൽ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പ്യൂരിൻ ഡബിൾ മെമ്പേർഡ് ആണ്, വലുതാണ്. ആ ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻ്റെ നൈട്രോജൻ ബേസുകളാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സ്ട്രാൻഡിൽ അതർ സ്ട്രാൻഡിൽ ചെറിയ സിംഗിൾ മെമ്പേർഡായുള്ള 6 മെമ്പേർഡായുള്ള പിരമിഡിൻ്റെ നൈട്രോജൻ ബേസുകളായിരിക്കും. സോ ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻ്റെ നൈട്രോജൻ ബേസുകളാണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ കാണുന്നത് എന്തായിരിക്കും? പിരമിഡിൻ്റെ നൈട്രോജൻ ബേസുകളായിരിക്കും. സോ ഒരു ലാർജ് ഒരു സ്മോള്. സോ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. സോ ഒരു സ്ട്രാൻഡിൽ പ്യൂരിനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സ്ട്രാൻഡിൽ എപ്പോഴും എന്തായിരിക്കും? പിരമിഡിനായിരിക്കും. ഒരു സ്ട്രാൻഡിൽ പിരമിഡിനായിരിക്കും ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ എപ്പോഴും ഒരു പ്യൂരിനായിരിക്കും. എന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു യൂണിഫോം തിക്നെസ് 2 നാനോമീറ്റർ വിഡ്ത്ത് എന്ന് പറഞ്ഞില്ല, ആ യൂണിഫോം തിക്നെസ് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് ആണ്. ഒരു സ്ട്രാൻഡിൽ എപ്പോഴും പ്യൂരിൻ നൈട്രോജൻ ബേസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ എപ്പോഴും പിരമിഡിൻ്റെ നൈട്രോജൻ ബേസുകളായിരിക്കും. അതാണ് പറയുന്നത് ഒരു സ്ട്രാൻഡിലെ സീക്വൻസുകളോ അല്ലെങ്കിൽ ആ ബേസ് സീക്വൻസുകൾ നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത സ്ട്രാൻഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ഏത് സീക്വൻസ് ഓഫ് ബേസുകളാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് പെയറിങ്ങിന് ഒരു റോള്. സോ അഡെനിൻ തൈമീനുമായിട്ടാണ് എപ്പോഴും പെയർ ചെയ്യുക. സോ അഡെനിൻ നൈട്രോജൻ ബേസ് എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടായിരിക്കും പെയർ ചെയ്യുക. ഇങ്ങനെയാണ് എപ്പോഴും കോമ്പിനേഷൻ ATGC. അതുമാത്രമല്ല അഡെനിൻ തൈമീനായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. സോ ഇതിലാണ് 2 ഹൈഡ്രജൻ ബോണ്ട്, ഇത് 3 ഹൈഡ്രജൻ ബോണ്ട്. സോ അഡെനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇങ്ങനെയായിരിക്കും എപ്പോഴും. ഒരു സ്ഥലത്ത് പ്യൂരിനാണെങ്കിൽ അപ്പുറത്ത് അതിൻ്റെ പിരമിഡിനായിരിക്കും, ഒരു സ്ഥലത്ത് പിരമിഡിനാണെങ്കിൽ ഓപ്പോസിറ്റ് അതിൻ്റെ പ്യൂരിനായിരിക്കും. ഇതാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്. സോ ഒരു സ്ട്രാൻഡിൽ അഡെനിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അപ്പുറത്തെ സ്ട്രാൻഡിൽ ഏതായിരിക്കും? തൈമിനായിരിക്കും. ഒരു സ്ട്രാൻഡിൽ ഗ്വാനിനാണെങ്കിൽ നമുക്കറിയാം അപ്പുറത്തെ സ്ട്രാൻഡിൽ ഏതായിരിക്കും? സൈറ്റോസിൻ. ഇങ്ങനെ ബേസ് സീക്വൻസുകൾ ഒറ്റ സ്ട്രാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈസിയാണ്. സോ ഈച്ച് സ്ട്രാൻഡ് ഓഫ് DNA ഡബിൾ സ്ട്രാൻഡ് DNAയുടെ ഓരോ സ്ട്രാൻഡും ഈച്ച് സ്ട്രാൻഡും ഡബിൾ സ്ട്രാൻഡും നമ്മൾ പാരൻ്റൽ DNA ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡബിൾ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ഓരോ സ്ട്രാൻഡും ഓരോ പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡിനെയും നമ്മൾ പാരൻ്റൽ DNA ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ സ്ട്രാൻഡും ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. ആ പാരൻ്റൽ DNA ഓരോ സ്ട്രാൻഡും നമ്മൾ എന്തായിട്ട് ആക്ട് ചെയ്യണം? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ് ടെംപ്ലേറ്റ്? ആ ടെംപ്ലേറ്റിൽ നിന്ന് സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ്. സോ ഈ പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് ന്യൂ സ്ട്രാൻഡ് വരണമെങ്കിൽ ഓരോ ഡബിൾ ഹെലിക് സ്ട്രക്ചറിൻ്റെ ഓരോ സ്ട്രാൻഡും ഒരു ടെംപ്ലേറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റിൽ നിന്ന് ഒരു ന്യൂ സ്ട്രാൻഡ് ഉണ്ടാകുന്നു. ന്യൂ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേര് ഡോട്ടർ സ്ട്രാൻഡ്. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാകുന്നു. ആ ഡോട്ടർ സ്ട്രാൻഡ് ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റൽ സ്ട്രാൻഡ്. ഉണ്ടാകുന്ന ആ ഡോട്ടർ സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡിന് ഐഡൻറ്റിക്കൽ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സ്ട്രാൻഡിലെ ബേസ് സീക്വൻസുകൾ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലെ ഏത് ബേസ് സീക്വൻസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ജെയിംസ് അല്ലെങ്കിൽ വാട്സൺ ക്രിക്ക് DNA ഡബിൾ ഹെലിക് സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് ആ ഒരു പോസിബിൾ ആയിട്ടുള്ള കോപ്പിയിങ് മെക്കാനിസം അപ്പോൾ തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരപ്പോൾ തന്നെ പറഞ്ഞു, അവരുടെ മൈൻഡിൽ അപ്പോൾ തന്നെ കണ്ടു ആ ഡബിൾ ഹെലിക് സ്ട്രക്ചറിൽ ഒരു സ്ട്രാൻഡിലും അടുത്ത സ്ട്രാൻഡിലും തമ്മിൽ ആ കോംപ്ലിമെൻ്റാരിറ്റി ബേസ് പെയറിങ്ങിലൂടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്തിട്ട് 2 പാരൻ്റൽ സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്തതിൽ നിന്ന് അതിൽ നിന്നൊരു ഡോട്ടർ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള
ആ ഒരു മെക്കാനിസം, കോപ്പി മെക്കാനിസം അന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളത് റെപ്ലിക്കേഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇതാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്.